ഒന്നു മാത്രമാണെൻ്റെ ആശ, നിന്നെപ്പോലെ ഞാനാകണം. മണ്ണിലെനിക്കുള്ള ആയുസ്സെല്ലാം തിരുഹിതത്തിൽ പുലരണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. ഫിലിപ്പിയർ 2:5 ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുവാനും അതേ ഭാവത്തോടെ ജീവിക്കുവാനും ഒരു മനുഷ്യന് കഴിയുമോ? അതിൻ്റെ ഉത്തരം കഴിയുമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഈ വചനത്തിന് പ്രസക്തി ഇല്ലെന്ന് വരും. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ക്രിസ്തുവേശുവിലുണ്ടായിരുന്ന ഭാവം? ഉത്തരം പലതുണ്ടെങ്കിലും ഈ അധ്യായത്തിൽ നിന്ന് ചിലത് ചൂണ്ടിക്കാണിക്കാം. ശാഠ്യമോ ദുരഭിമാനമോ ഇല്ലാത്ത ഭാവം, തന്നേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കരുതുന്ന ഭാവം, അപരന്റെ ഗുണം കാക്ഷിക്കുന്ന ഭാവം, താഴ്മയുടെയും അനുസരണത്തിൻ്റെയും മൂർത്തിമത് ഭാവം. പ്രിയമുള്ളവരെ, ഹൃദയം കർത്താവിന് പൂർണ്ണമായി വിട്ടുകൊടുത്താൽ ഈ ഭാവം തന്നെ നമ്മിലും വിളങ്ങും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, കൂട്ടുകാരെ മാനിക്കാനും അവരുടെ ഗുണം ആഗ്രഹിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുനാഥൻ്റെ ഭാവത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.